പിണറായി സർക്കാർ ഒപ്പിട്ടിട്ട് പോയൊരു സാധനം PM ശ്രീ ഒരിക്കലും പിന്മാറാൻ പറ്റില്ല. പിണറായി വിജയൻ ഓൾറെഡി ഒപ്പിട്ട് കഴിഞ്ഞതാണ്, ഒപ്പിട്ട് പണം കൈപ്പറ്റിയതാണ്. ഞങ്ങൾക്ക് പിന്മാറാനേ സാധിക്കില്ല എന്ന് നമ്മുടെ പൂക്കികൾ പറഞ്ഞപ്പോൾ അതിനെ വലിയൊരു സന്തോഷമാക്കി, അത് വലിയൊരു വാർത്തയാക്കിക്കൊണ്ട് കൊട്ടിഘോഷിച്ച കുറേയധികം മുഖ്യധാര വലതുപക്ഷ മാധ്യമങ്ങൾ നമ്മുടെ ഈ കേരളത്തിലുണ്ടായിരുന്നു. ഇന്ന് ഞാൻ കണ്ടൊരു വാർത്ത നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഒന്ന് കണ്ടിട്ട് നമുക്ക് എന്തായാലും ബാക്കി വീഡിയോയിലേക്ക് വരാം. സർക്കാർ പിൻവാങ്ങും. ലീഗ് നിലപാട് നിർണായകമായി. വിട്ടുവീഴ്ചയില്ലായെന്ന് നേതൃത്വം മുഖ്യമന്ത്രി അറിയിച്ചു. ഉപസമിതി ശുപാർശ മറിച്ചാവരുത് എന്നും ലീഗ്. PM-ശ്രീ തുടർന്നാൽ PM-ശ്രീ എന്ന് പറയുന്നൊരു പദ്ധതിയിൽ സർക്കാർ തുടരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് വോട്ടുകൾ കൊടുത്തുകൊണ്ട് സർക്കാരിനെ വലിയ രീതിയിൽ വിജയിപ്പിക്കാനായിട്ട് മുന്നിലേക്ക് നിന്ന ലീഗ്, മുസ്ലിം ലീഗ് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ആ ലീഗ് പറഞ്ഞതിൻ്റെ പേരിൽ PM-ശ്രീയിൽ നിന്നങ്ങ് പിന്മാറിയേക്കാമെന്ന് നമ്മുടെ VD സവർക്കർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് മോഡി സർക്കാരിന് എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. കാരണം മോഡിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി VD സതീശൻ്റെ സ്വന്തം കീശയിലിട്ട് വിളിപ്പിക്കാൻ വേണ്ടി VD സതീശൻ കളിച്ച കളികളിലൊക്കെ ഇപ്പോൾ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെയ്ത് വിട്ട അമ്പുകളെല്ലാം സ്വന്തം ആസനത്തിൽ തന്നെ വന്ന് തിരിച്ച് തറയ്ക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടി നിങ്ങൾ കാണുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ എന്താണ്, പിണറായി വിജയൻ ഓൾറെഡി തലയിൽ കൂടി മുണ്ടിട്ടല്ലേ, പിണറായി വിജയന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടി തലയിൽ കൂടി മുണ്ടിട്ടുകൊണ്ട് പോയി ഒപ്പിട്ടൊരു സാധനമല്ലേ. ഇതിൽ നിന്ന് കിട്ടിയ കാശ് കൊണ്ട് പിണറായി വിജയൻ മക്കൾക്ക് വേണ്ടിയിട്ടും മരുമക്കൾക്ക് വേണ്ടിയിട്ടും വലിയ രീതിയിൽ വലിയ സാമ്രാജ്യങ്ങളൊക്കെ പടുത്തുയർത്തിയിട്ടിരിക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അതിൻ്റെ എന്താണ് നിജസ്ഥിതി എന്നുള്ളത് പല മാധ്യമങ്ങളും, മുഖ്യധാര മാധ്യമങ്ങൾ രംഗത്തേക്ക് കൊണ്ടുവന്നതാണ്. വലതുപക്ഷത്തിൻ്റെ അറ്റവും പിടിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളല്ല, ഈ വലതുപക്ഷത്തിൻ്റെ മൂട് താങ്ങാത്ത നല്ല മാധ്യമങ്ങൾ ഇതിൻ്റെ വാർത്തകൾ നിജസ്ഥിതി പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. ആ സമയത്തും പിണറായി വിജയൻ ഒപ്പിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് പിന്മാറാൻ പറ്റില്ല എന്നായിരുന്നു പൂക്കികളുടെ കൂട്ടത്തിലുള്ള എല്ലാ പൂക്കി മക്കളുടെയും തീരുമാനം, അല്ലെ എല്ലാ പൂക്കികളും പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ ആരോഗ്യമന്ത്രി അടക്കം, മുഖ്യമന്ത്രി അടക്കം, വിദ്യാഭ്യാസ മന്ത്രി അടക്കം, ലീഗിൻ്റെ പല നേതാക്കന്മാർ, നമ്മുടെ കുഞ്ഞാപ്പ അടക്കം എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, PM-ശ്രീ ഓൾറെഡി ഒപ്പിട്ട് കഴിഞ്ഞു, പണം വാങ്ങിക്കഴിഞ്ഞു. പിന്നെ സമുദായം വിറ്റ് ജീവിക്കുന്ന ലീഗ് കള്ളനായിട്ടുള്ള KM ഷാജി ഉണ്ടല്ലോ, ഷാജി അണ്ണനും ഒരു വർത്തമാനം പറഞ്ഞായിരുന്നു കേട്ടോ. ഈ PM-ശ്രീ, അതായത് ഈ നെഹ്റുവിനെ താഴെ ഇറക്കുന്ന, ഗാന്ധിയെ താഴെ ഇറക്കുന്ന പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധി കയറി വരും, RSSകാരാ കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങൾ തമ്മിലുണ്ടാക്കിയിരിക്കുന്ന ഡീല് ഞാൻ വലിച്ചു കീറി അറബിക്കടലിലെ മറ്റേ മീനുകൾക്ക് തിന്നാൻ കൊടുക്കും, ചെമ്പല്ലികൾക്ക് തിന്നാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മെഴുകലായിരുന്നു. പിന്നീട് PM-ശ്രീയിൽ ഒപ്പിട്ടു, അല്ലെങ്കിൽ PM-ശ്രീയെ മരവിപ്പിച്ച് വെച്ചിരുന്ന, ഇടതുപക്ഷ സർക്കാർ മരവിപ്പിച്ച് വെച്ചിരുന്ന പദ്ധതി വീണ്ടും പൊടി തട്ടിയെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുകയാണെന്നുള്ളൊരു വാർത്ത വന്നപ്പോൾ ആ ന്യായീകരണം അങ്ങ് മാറ്റിയിട്ട് അറബിക്കടലിലെ വെള്ളം അങ്ങ് വറ്റിപ്പോയത്രേ. എനിക്ക് എറിയാനായിട്ടാണ്, എൻ്റെ കൈക്കാണ് നല്ല വേദനയും, ഇങ്ങനെ എറിയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പരാമർശമൊക്കെ ആയിട്ട് അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിൽ തട്ടിയും തടഞ്ഞുമുള്ള ന്യായീകരണവുമായിട്ട് ന്യായീകരണ തൊഴിലാളിയെ പോലെ നമ്മുടെ ഷാജിക്കുട്ടനും വന്നായിരുന്നു. കള്ളൻ ഷാജി എന്ന് തന്നെ വിളിക്കണം. അപ്പോൾ പിണറായി വിജയൻ ഒപ്പിട്ടു എന്ന് പറഞ്ഞൊരു സാധനത്തിന് എന്ത് പറ്റി പൂക്കികളെ? ഇന്ന് നിങ്ങൾക്ക് ആ പിണറായി വിജയന്റെ ഒപ്പിന് വിലയില്ലാതായിരിക്കുന്നത്? പിണറായി വിജയന്റെ ഒപ്പിന് വലിയ വിലയായിരുന്നല്ലോ. പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യന് വിലയില്ലെങ്കിലും അയാളുടെ ഒപ്പിന് വലിയ വിലയായിട്ടാണല്ലോ നിങ്ങൾ സങ്കല്പിച്ചിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നിങ്ങൾ പറഞ്ഞിരുന്നത്. ഓരോ പുസ്തകങ്ങളിലും അല്ലെ ഓരോ പരീക്ഷകളിലും സവർക്കർ വലിയ നേതാവാണ്, അല്ലെങ്കിൽ ഷൂ നക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഷൂ നക്കാത്തവനായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകുമ്പോൾ, ഷൂ നക്കിയായിട്ടുള്ള സവർക്കറിനെ പറ്റി വേറെ രീതിയിൽ ന്യായീകരിച്ച് മെഴുകുമ്പോൾ, നിങ്ങൾ ആ PM-ശ്രീയിൽ ഒപ്പിട്ടത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഉണ്ടായതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു കേട്ടോ. പിന്നെ അതിനെ വലിയ രീതിയിൽ മെഴുകിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള പല ആളുകളും പുതിയ കുറെ കഥകളുമായിട്ടൊക്കെ രംഗത്തേക്ക് വന്നിരുന്നു. പക്ഷെ അതെല്ലാം പൊട്ടി പാളീസായി പോയി എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പിണറായി വിജയൻ ഒപ്പിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി പിന്മാറാൻ പറ്റില്ല, ഇനി പിന്നിലേക്ക് ഒരു പോക്കില്ല, മുന്നിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ അടിമകൾക്ക് കിട്ടിയ എട്ടിൻ്റെ പണി. ലീഗ് ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ വിജയിപ്പിച്ച ഞങ്ങൾ നിങ്ങളുടെ കൂടെ കാണില്ല, നിങ്ങളെ ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് വലിച്ച് താഴെ ഇടുമെന്ന് പറഞ്ഞതുകൊണ്ട് VD സവർക്കർ ചിലപ്പോൾ പേടിച്ചതായിരിക്കാം. എന്തായാലും ബാക്കി വീഡിയോ ഒന്ന് കണ്ടുപോകാം. വ്യാപക പ്രത്യാഘാതമുണ്ടാകുമെന്ന് വിലയിരുത്തൽ. കരാറിൽ നിന്ന് പിന്മാറുമെന്ന് മനസ്സ് പറയുന്നുവെന്ന് പാണക്കാട് സാദിഖ് അലി ശാബ്ദങ്ങൾ പറഞ്ഞിരുന്നു. VS രഞ്ജിത്തും TV പ്രസാദും റോഷിപാലും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം VS രഞ്ജിത്തിലേക്കാണ്. VS രഞ്ജിത്ത്, സർക്കാർ പിന്മാറുമോ? അതോ സർക്കാർ പിന്മാറും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PM-ശ്രീയുടെ മെറിറ്റും ഡീമെറിറ്റും ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല എന്നും, PM-ശ്രീ ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡായി മാറിക്കഴിഞ്ഞു, അത് സംഘപരിവാറിന്റെ ഒരു പ്രോഡക്റ്റായി മാറിക്കഴിഞ്ഞു. സംഘപരിവാറിന്റെ ഒരു പ്രോഡക്റ്റായി മാറിക്കഴിഞ്ഞ ഒരു പദ്ധതിയെ അത് UDF ഏറ്റെടുക്കുകയാണെങ്കിൽ UDF ആ പദ്ധതി നടപ്പാക്കിയതിന്റെ ചീത്തപ്പേര് അത് എല്ലാ കാലത്തും പേറേണ്ടി വരും. 1000 കോടിക്കോ അല്ലെങ്കിൽ ഒരു പദ്ധതിയുടെ വിഹിതത്തിനോ വേണ്ടി അത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കിയാൽ രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാവാൻ പോകുന്നത് കാലാകാലത്തേക്കുമായിരിക്കും. അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കിയതിന്റെ ചീത്തപ്പേര് ലീഗ് മന്ത്രിക്ക് ഉണ്ടാകരുത് എന്നുള്ളതാണ് ലീഗിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ ഉപസമിതിയിൽ തന്നെ ശംസുദ്ദീൻ തന്നെ നിലപാട് വ്യക്തമാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായം അത് തന്നെയാണ്. പാണക്കാട് സാദിഖ് അലി ശാബ്ദങ്ങൾ
ഇതുമായി ബന്ധപ്പെട്ട് തന്റെ അഭിപ്രായം നേതാക്കന്മാരെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു, PM ശ്രീയിൽ നിന്ന് പിന്മാറുമെന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത് എന്ന് പറഞ്ഞാൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മനസ്സ് PM ശ്രീയിൽ നിന്ന് പിന്മാറണം എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ആ മനസ്സിനൊപ്പമല്ല UDF എന്ന് പറയാൻ സാധിക്കില്ല. ആ മനസ്സിനൊപ്പം നിൽക്കേണ്ടി വരും UDF എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലീഗിന്റെ നിലപാട് വളരെ നിർണായകമായിട്ടുണ്ട്. അതുകൊണ്ട് PM ശ്രീയിൽ ഉപസമിതി റിപ്പോർട്ട് എന്ത് തന്നെയാണെങ്കിലും PM ശ്രീയിൽ നിന്ന് പിന്മാറണം എന്ന് ലീഗ് ഉറച്ച് നിലപാട് സ്വീകരിക്കുന്നു. ആ നിലപാടിന് PM ശ്രീ അങ്ങ് നടപ്പിലാക്കി കളഞ്ഞേക്കാം എന്ന് വിചാരിച്ച മോഡിയുടെ ഏറ്റവും അടുത്തായിട്ടുള്ള VD സതീശന് കിട്ടിയിരിക്കുന്ന നല്ല പണി എന്ന് തന്നെ നമുക്കിതിനെ വേണമെങ്കിൽ വിളിക്കാം അല്ലേ. VD സതീശൻ മോദിയോടൊപ്പം അല്ലെ മോദി ഭക്തനായത് എന്ന് മുതലാണെന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഉത്തരമാർക്കെങ്കിലും തരാൻ കാണുമോ? മോദിയെ പറ്റിയോ മോദിയുടെ കൂട്ടത്തിലുള്ളവരെ പറ്റിയോ നാളിതുവരെ അധികാരത്തിൽ കയറി 2 മാസങ്ങൾ പിന്നിടുമ്പോഴും കമാന്നൊരക്ഷരം മിണ്ടാൻ സാധിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ VD സവർക്കർ മാറിയിരിക്കുന്നു. മോഡിയെ ഇത്രയും പേടിയുള്ള ഒരു ഭരണാധികാരിയായിട്ട് VD സതീശൻ മാറിയതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണെന്നൊന്ന് അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണം കേട്ടോ. പിന്നെ പിണറായി വിജയനെ പറ്റി വലിയ കുറ്റങ്ങൾ പറഞ്ഞ പിണറായി വിജയൻ മോഡിയെയും മോഡിയുടെ കൂട്ടത്തിലുള്ള RSS എന്ന് പറയുന്ന സംഘടനയും ഒന്നും എതിർക്കത്തില്ല, പിണറായി വിജയന് പേടിയാണെന്നൊക്കെ പറഞ്ഞ് മെഴിയ ആളുകൾ ഈ വഴിയിൽ കൂടി വരികയാണെങ്കിൽ, ഈ വീഡിയോ കാണുകയാണെങ്കിൽ അതിനു കൂടി ഒന്ന് മെഴുകണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വെറും 62 വയസ്സുള്ള VD സതീശനേക്കാൾ പ്രായമുള്ള 83-84 വയസ്സുള്ള പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ അധികാരത്തിലിരിക്കുമ്പോഴും മോഡിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്, മോഡിയുടെ കൂട്ടത്തിലുള്ള വമ്പന്മാർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്, പല ആളുകൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെന്നേ. അവന്മാരുടെ ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടി പോയി എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിനെ കളിയാക്കാനും അതിനെ ഒരു ട്രോളാക്കാനും ഒക്കെ പല ആളുകൾ ശ്രമിക്കുന്നതിൻ്റെ കാഴ്ചകളൊക്കെ ഞാനും കണ്ടതാണ്. അന്ന് ഞാനും അടക്കം ഒരുപാട് ആളുകൾ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വെറും തള്ളായിരിക്കുമെന്നുള്ളത്. എന്നാൽ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ചെയ്ത് കാണിച്ചു, തെളിയിച്ച് കാണിച്ചു എന്താണ് അദ്ദേഹം പറയുന്നതെന്നും എന്തിൻ്റെ പേരിലാണ് അദ്ദേഹം പറയുന്നതെന്നും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പലർക്കും പല ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ എന്തായിരുന്നു ശരി, ആരായിരുന്നു ശരിയെന്ന് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ സംഘിവൽക്കരണവും കാവിക്കളസവൽക്കരണവും നടത്താൻ വേണ്ടിയിട്ട് സംഘികൾക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് അധികാരത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ ആർക്കെങ്കിലും ഒരു സംശയം ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ ആ സംശയങ്ങളെയൊക്കെ നമ്മളങ്ങ് പുറത്തേക്ക് മാറ്റിയിടും കേട്ടോ. ആ സംശയങ്ങൾ അധികകാലം നിങ്ങളുടെ മനസ്സിൽ കിടക്കില്ലെന്നേ. കാരണം വസ്തുതകൾ നിരത്തി സംസാരിക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. PM ശ്രീയിൽ ഒരിക്കലും പിന്മാറാൻ പറ്റില്ല എന്ന് പറയുന്ന ആളുകൾ പിന്നെ എങ്ങനെയാണ് സാറന്മാരെ ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത്? അടിമ ന്യായീകരണ തൊഴിലാളികളെ എല്ലാ വീഡിയോയുടെയും താഴെ വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇട്ട് മെഴുകിപ്പോകുന്ന കുറച്ച് അടിമകളുണ്ടല്ലോ. മുഖമില്ലാത്ത അക്കൗണ്ടുകളിൽ നിന്ന് വന്ന് ഫേസ്ബുക്കിൽ കൂടി തെറി വിളിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പലതന്തയ്ക്ക് പറഞ്ഞ അടിമകളെ, നിനക്കൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ ഈ ഒരു വിഷയത്തിൽ? PM ശ്രീ പദ്ധതി പിണറായി വിജയനാണ് ഒപ്പിട്ടതെന്ന് പറഞ്ഞുകൊണ്ട് മെഴുകുന്ന അടിമകളോടുകൂടിയാണ് കേട്ടോ ഞാൻ ഈ ചോദിക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ പറയുന്ന കാര്യങ്ങളുടെ ക്ലിയർ കട്ടായിട്ടുള്ള വസ്തുതകൾ നിരത്തി സംസാരിക്കുമ്പോൾ ഒരുത്തനെയും ഒരു നായിൻ്റെ മോനെ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പറയാനുള്ളത് ഏതവൻ്റെ മുഖത്ത് നോക്കിയാണെങ്കിലും, അതിനി പ്രധാനമന്ത്രി വന്നെന്ന് പറഞ്ഞാൽ പോലും അവരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയാനുള്ളൊരു ആർജവം എനിക്കുണ്ടെന്നേ. ചെയ്യുന്നത് തെറ്റാണെങ്കിൽ എൻ്റെ മുന്നിൽ എന്ത് അതിക്രമം ഉണ്ടായാലും എന്ത് അക്രമം ഉണ്ടായാലും അതിനെ ഞാൻ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യുമെന്നേ. ഇതൊരാളെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെ അവരുടെ ഫണ്ട് മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനലൊന്നുമല്ല. സ്വന്തമായിട്ട് അധ്വാനിച്ച് എൻ്റെ സമയം മാറ്റിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളിൽ ഒരാളായി, ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന വിപത്തുകളെ അല്ലെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെയാണ് നേർ ടോക്സ് എന്ന് ഇതിന് പേരിട്ടിരിക്കുന്നത്. അത് പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഇതൊരു കമ്മികളുടെ ചാനൽ മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും അല്ല കേട്ടോ. പിണറായി വിജയൻ തെറ്റ് ചെയ്താൽ പിണറായി വിജയനെ അതിരൂക്ഷമായിട്ട് വിമർശിക്കാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. കാരണം നമ്മൾക്കൊരൊറ്റ നിലപാടേ ഉള്ളൂ. ശരി ആര് ചെയ്യുന്നോ, ജനങ്ങൾക്ക് വേണ്ടി ജനപക്ഷത്ത് ആര് നിൽക്കുന്നുവോ അവരെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. വിദ്യാർത്ഥികളുടെ ഇടയിൽ അല്ലെ നമ്മുടെ സ്കൂളുകളിൽ ഈ ഒരു കാവിക്കളസവൽക്കരണം നടത്താമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നതാണ് മോഡിയുടെ ആളുകൾ. പക്ഷേ അതിവിടെ നടക്കില്ല എന്നുള്ളത് ഇടതുപക്ഷം അതിശക്തമായിട്ട് അല്ലെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചതിൻ്റെ പേരിൽ ലീഗിനും പേടിയുണ്ടായതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറിയേക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒപ്പിട്ടതുകൊണ്ട് മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മെഴുകിയ അടിമകളെ ഓന്തുപോലും നാണം കെട്ടി ലജ്ജിച്ച് തല താഴ്ത്തി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ഈ നിറം മാറ്റം കണ്ടിട്ട് അതിനുപോലും സാധിക്കുന്നില്ല ഇതുപോലെ നിറം മാറാൻ. എന്തൊക്കെയാടേ.